കാട്ടാനശല്യം രൂക്ഷമായ വള്ളുവാടി പ്രദേശത്ത് തെരുവുവിളക്കുകളും കണ്ണടച്ചു. കൃഷികളൊന്നും ചെയ്യാൻ പറ്റാതായ കർഷകർക്ക് ഇപ്പോൾ പുറത്തിറങ്ങാനും പേടിക്കണം. കുട്ടികളെ വീടിന് പുറത്തുവിടാൻ പോലും ഭയമാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മൊത്തം ഉള്ളത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയെടുത്ത തെങ്ങും കാവുങ്ങും എല്ലാം നശിപ്പിക്കുകയാണ് ആന. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? വയസ്സായിട്ടിരിക്കുക ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അത് സാധിക്കില്ല. ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. കാരണം ഈ ആന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ സ്വരം കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് അടുത്ത് വരിക. ഞങ്ങൾക്ക് ഓടിച്ച് ചെല്ലാനും പറ്റില്ല. ഇത് ഒന്നാമത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വെട്ടം കാണുന്നില്ല, ഇതൊന്നും ഒരു ശ്രദ്ധയില്ല. സർക്കാർ എന്താ ഇങ്ങനെ? ഈ വനം വകുപ്പ് എന്ന് പറഞ്ഞിട്ട് അവരെ മാത്രം വഴിയല്ലോ. അവരിപ്പം മന്ത്രിയില്ലേ, നമ്മുടെ ആ മന്ത്രിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ കാര്യങ്ങൾ ഇത് നടത്തണമെങ്കിൽ? ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? അതിനുള്ള സംവിധാനം എന്തായാലും ചെയ്തേ പറ്റൂ സർക്കാർ. മുട്ടിക്കൊമ്പൻ തന്നെയാ. ഈ മുട്ടിക്കൊമ്പൻ ആനയെ ഓടിച്ചാൽ ആനയ്ക്ക് മനുഷ്യന്റെ സ്വരം കേട്ട ആന തിരിച്ചു വരും. ഒരു കാരണവശാൽ ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. ഈ വയസ്സായി കഴിഞ്ഞ് ഞങ്ങളൊക്കെ എങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റും? ഒരു സജിൽ എന്ന് പറഞ്ഞൊരു പയ്യനെ 10-26 വയസ്സായിട്ടുള്ളൂ, അതിനെ തട്ടിയിട്ടിട്ട് ഇപ്പൊ ജീവച്ചവായി കിടക്കുക. അതിന് ആന എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങള് ഇതിന് എന്തെങ്കിലും ഉത്തരവാദിത്തം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.